നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് നാം ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഭരണഘടന, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന കോളനി വാഴ്ചയിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്ത നാം നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവ സാമൂഹ്യമായും രാഷ്ട്രീയപരമായും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി ധാരാളം പുതിയ നിയമങ്ങളും ആവശ്യമായി വന്നു. ഈ നിയമങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ഭരണഘടനയെ കുറിച്ചാണ് നാം ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റ് 10, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന. നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിൽ ആദ്യം തന്നെ ഒരു വാർത്തയും അതുപോലെ തന്നെ കുറച്ച് ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട 65ാം റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അവയൊന്ന് വായിച്ചു നോക്കിയാലോ. കളർഫുൾ സെലിബ്രേഷൻസ് മാർക്ക് ദ റിപ്പബ്ലിക് ഡേ. രാജ്യം വർണ്ണാഭമായി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ന്യൂഡൽഹി. The nation celebrated its 65th Republic Day. The Prime Minister paid floral tribute at the Amar Jawan Jyoti to the brave soldiers who have sacrificed their lives for the nation. ന്യൂഡൽഹി. രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനം വർണ്ണാഭമായി ആഘോഷിച്ചു. രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ജവാന്മാരെ സ്മരിച്ചുകൊണ്ട് അമർ ജവാൻ ജ്യോതിയിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു. The President unfurls the national flag in the presence of the chief guest. He then gave awards and received the Guard of Honor from the armed forces. വിശിഷ്ട അതിഥിയോടൊപ്പമെത്തിയ രാഷ്ട്രപതി ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അവാർഡുകൾ വിതരണം ചെയ്യുകയും സായുധ സേന വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. The Republic Day parade along the Rajpath proclaimed the strength and cultural diversity of India. രാജ്പഥിലൂടെ നീങ്ങിയ റിപ്പബ്ലിക് ദിന പരേഡ് ഇന്ത്യയുടെ കരുത്തും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. The parade was a rich display of modern military weapons, art forms and floats from different states. ആധുനിക യുദ്ധോപകരണങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്ലോട്ടുകൾ, കലാപ്രകടനങ്ങൾ എന്നിവയാൽ സമ്പന്നമായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ്. ഇനി നോക്കൂ, ഈ ചിത്രങ്ങളൊന്ന് നോക്കൂ. എന്തെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? സായുധ സേനാ വിഭാഗങ്ങൾക്ക് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ വെച്ച് അവാർഡുകൾ വിതരണം ചെയ്യുന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയാണ് അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതും കാണാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതുന്നവയും ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതുമായ പ്ലോട്ടുകൾ ഘോഷയാത്രയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, അല്ലേ? ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ വാർത്തയും അതേപോലെ തന്നെ ചിത്രങ്ങളുമാണ് നാം ഇപ്പോൾ കണ്ടത്, അല്ലെ? 65ാം റിപ്പബ്ലിക് ദിന ആഘോഷം. ഈ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതാണ്. എന്താണ് ഈ റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്നാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്? ജനുവരി 26, അല്ലെ? എല്ലാ വർഷവും ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ജനുവരി 26. 1950 ജനുവരി 26. അതിനാൽ എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനമായി ജനുവരി 26 ആഘോഷിക്കുന്നു. ഇനി എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്ര തലവനാകുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്ര തലവനാകുന്ന സംവിധാനമാണ് റിപ്പബ്ലിക്. നമ്മുടെ രാഷ്ട്ര തലവനായ രാഷ്ട്രപതി, ഇന്ത്യൻ പ്രസിഡന്റ്, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരിക്കണം. അപ്പോൾ റിപ്പബ്ലിക് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്ര തലവനാകുന്ന സംവിധാനമാണ്. ആരാണ് നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി? ഹു വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഡോക്ടർ രാജേന്ദ്ര. Indian Constitution officially came into force on
January 26, 1950. So India became republic. Then we celebrate every year January 26th as a Republic Day. Republic is a system. Republic is a system in which head of the states is an elected person. Our Indian president shall be an elected person. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. ആ ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഈ ഭരണഘടന? Constitution is an authentic document that contains basic ideas, principles and laws of the country. ഭരണഘടന എന്നാൽ ഒരു ആധികാരിക പ്രമാണമാണ്. അടിസ്ഥാന തത്വങ്ങളും ആശയങ്ങളും ഒരു രാജ്യത്തിന്, ഒരു രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങളുമെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഭരണഘടന അനുസരിച്ചാണ്. എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളിലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും മാറ്റം വരുത്തുന്നതും. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും തികച്ചും ജനാധിപത്യപരമാണ് എന്നതിൽ നമുക്കും അഭിമാനിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്നത്? പ്രിയാമ്പിൾ, ആമുഖം, 395 ആർട്ടിക്കിൾസ്, 395 അനുച്ഛേദങ്ങൾ, 12 ഷെഡ്യൂൾസ്, 12 പട്ടികകൾ, 22 പാർട്സ്, 22 ഭാഗങ്ങൾ, 98 അമെൻഡ്മെൻറ്റ്സ്. 2013 മെയ് വരെയുള്ള അമെൻഡ്മെൻറ്റ്സ് ആണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. 98 ഭേദഗതികൾ. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് വേണ്ടി വന്നത്. ഇനി ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം. എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്, ആരെല്ലാമാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നെല്ലാം നമുക്ക് നോക്കാം. Framing of Indian Constitution. The framing of Indian Constitution was started with the formation of Constituent Assembly. ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരു നിയമ നിർമ്മാണ സഭ രൂപീകരിച്ചിട്ടാണ്. ആദ്യം തന്നെ ഒരു നിയമ നിർമ്മാണ സഭ രൂപീകരിച്ചു. എന്നിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. The first meeting was held on 9th December 1946. ഇതിന്റെ ആദ്യ മീറ്റിംഗ് നടന്നത് ഡിസംബർ 9, 1946 അങ്ങനെ ആ മീറ്റിംഗിൽ വെച്ച് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് എലക്ടഡ് ആസ് ആക്ടിംഗ് ചെയർമാൻ. Later, Dr. Rajendra Prasad was elected as chairman of Constituent Assembly. Then various committees were also formed. ഇതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കീഴിൽ ധാരാളം കമ്മിറ്റികൾ ചേർന്നു. ഓരോ കമ്മിറ്റിക്കും ഓരോ ചുമതലകൾ നൽകി. അങ്ങനെ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റ് കമ്മിറ്റി, കരടുരേഖ തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റി. Dr. B.R. Ambedkar was the chairman of drafting committee. Dr. B.R. Ambedkar, അദ്ദേഹം ആരാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ രൂപീകരിക്കുന്നതിന് ആവശ്യമായ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ, നിയമനിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. Dr. B.R. Ambedkar was known as architect of Indian Constitution. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത്. The committee headed by Dr. B.R. Ambedkar prepared a draft of the Constitution. ഭരണഘടനയ്ക്ക് ആവശ്യമായ കരട് അദ്ദേഹം തയ്യാറാക്കി. ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കി. അതിനെ വിവിധ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടുകൾ അതിനെ സഹായകരമായി.
അങ്ങനെ വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിയമനിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1949 നവംബർ 26-നാണ് അംഗീകാരം നൽകിയത്. ആഫ്റ്റർ വേരിയസ് ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അപ്രൂവ്ഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ നവംബർ 26, 1949. Then that day was observed as Constitution Day. അന്നു മുതൽ നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു. Then our constitution officially came into existence on 1950 January 26. അങ്ങനെ 1950 ജനുവരി 26-ന് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. ആ ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഈ ജനുവരി 26 ഭരണഘടന നിലവിൽ വന്ന ദിവസമായി എടുക്കുന്നതിന്, അതായത് റിപ്പബ്ലിക് ദിനമായി എടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. 1929 നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ, ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ധാരാളം തീരുമാനങ്ങൾ ഉണ്ടായി. ആ വർഷം 1930 ജനുവരി 26-ന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ അവർ തീരുമാനിച്ചിരുന്നു. അതിന്റെ 20ാം വാർഷികമായ 1950 ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ ആയി, അതായത് റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ രാഷ്ട്രം ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായി മാറി. Then our country become a sovereign democratic republic on that day. അപ്പോൾ ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചത്? എന്താണ് റിപ്പബ്ലിക് എന്ന് പഠിച്ചു അല്ലെ? എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് റിപ്പബ്ലിക്? നമ്മുടെ രാഷ്ട്ര തലവൻ ഒരു ഇലക്റ്റഡ് പേഴ്സൺ ആയിരിക്കണം, തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭരണഘടനയുടെ നിർമ്മാണത്തെ കുറിച്ചും നാം പറഞ്ഞു അല്ലെ? എല്ലാവരും പാഠപുസ്തകം നന്നായി വായിക്കുക. ഓക്കെ, താങ്ക് യു.